ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത്, ഒരു സ്പെഷ്യൽ ഫ്രൈ ആണിത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ ചെമ്മീനും ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി, അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു പാത്രം എടുത്ത് അതിൽ ഒരു മുട്ടയെടുത്ത് അത് പൊട്ടിച്ചെടുത്ത് ആ മുട്ട ഉപ്പ് ചേർത്ത് നന്നായി അടിച്ച് പതപ്പിച്ച് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുക. ആദ്യം ഒരു 1 ടീസ്പൂൺ അരിപ്പൊടി, മൈദാപ്പൊടി, 1.5 സ്പൂൺ മൈദാപ്പൊടി ആൻഡ് കോൺഫ്ലോർ ഇത്രയും ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്പെഷ്യൽ കണക്കൊന്നുമില്ല, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റി ആക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി ഉപ്പ് ചേർത്ത്, ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കാവുന്നതാണ്. എന്നിട്ട് ആ കഴുകി വെച്ച ചെമ്മീൻ എല്ലാം ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് 15 മിനിറ്റ് വയ്ക്കുക. നന്നായി മിക്സ് കൈകൊണ്ട് തന്നെ ചെയ്യുക, സ്പൂൺ ഉപയോഗിക്കരുത്. സ്പൂൺ ഉപയോഗിച്ചാൽ അതിൻ്റെ യോജിപ്പ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ സ്പൂണിലെല്ലാം മാറ്റി വെച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ച് നാച്ചുറൽ രീതിയിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ കയ്യിൽ നമുക്ക് അല്പം ചേർത്ത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് 15 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. പുറത്തേക്ക് ആവശ്യത്തിന് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഒത്തിരി ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല, കുറച്ച് ഓയിൽ ആദ്യം ചേർക്കുക. കഴുകിയെടുത്ത് കറിവേപ്പില ചേർക്കുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിൽ വെള്ളം ഇതിലെ അംശങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇടാവുന്നതാണ്. അപ്പോൾ വയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫയറിൽ തന്നെ വെച്ചേക്കണം. കാരണം അതിൽ മൈദ, കോൺഫ്ലോർ, മുട്ട ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് അത് ഹൈ ഫയറിൽ തന്നെ ആദ്യം ഫ്രൈ ചെയ്താലേ നമുക്കതിൻ്റെ വിട്ടു പോകാതിരിക്കുകയുള്ളൂ. നമുക്കിങ്ങനെ തന്നെ ഹൈ ഫയറിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, സ്പെഷ്യൽ ടേസ്റ്റ് വരും. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാം. കറിവേപ്പില എപ്പോഴും ഇടുമ്പോൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഞെരടിയിട്ട് ഇടാം. അപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. സ്റ്റയർ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചും സ്പൂൺ കൊണ്ട് ഇടുമ്പോൾ അധികം നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രൈ പാൻ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് അങ്ങനെ ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം പതുക്കെ നമുക്ക് വിട്ടുപോകാത്ത രീതിയിൽ, ഇൻഗ്രീഡിയൻസ് ഒക്കെ വിട്ടുപോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ അരിപ്പ കയ്യിൽ കൊണ്ട് നമുക്ക് മറിച്ചിടാവുന്നതാണ്. ഒരു 15-20 മിനിറ്റിന് ശേഷം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ശരിക്കും എല്ലാ സാധനങ്ങളും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. അതവിടെ മാറ്റി വെച്ച് പോയാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫ്രൈ പാനിൽ തന്നെ നമ്മളത് ഫ്രൈ ചെയ്ത് നമ്മളെ അധികം ഇളക്കാതെ, നമ്മളതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും പോകാതെ നമ്മളങ്ങനെ ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ചെമ്മീൻ ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക.
അതിൻ്റെ ഓയിലൊക്കെ മാറ്റി ഓയിലൊക്കെ അത് ആ സെയിം ഓയിൽ തന്നെയായിരിക്കും നമ്മൾ ഇനി അടുത്ത് സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഓയിൽ ഇച്ചിരി ഓയിലാണ് നമ്മൾ ചെയ്തത്, ഒരുപാട് ഓയിലൊന്നും നമ്മൾ ചേർക്കണ്ട. ഇനി ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ കുറച്ച് ഓയിൽ നമ്മൾ ആ ഒരു ബോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ഓയിലിൽ ഇച്ചിരി ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനപ്പോൾ ഇത്തിരി ഓയിലും കൂടി ചേർത്തു. ഇനി നമ്മുടെ ഓരോരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. കറിവേപ്പില അതിലിട്ടു, അതൊന്ന് പൊട്ടിയതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചതാണ്. സവാള, തക്കാളി, അത് കഴിഞ്ഞതിന് ശേഷം വറ്റൽമുളക് ചതച്ചത്, പെരിഞ്ജീരകം, കുരുമുളക് പൊടിയല്ല, കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഹൈ ഫയറിലിട്ടിട്ട് വേണം ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി ഓയിലിൽ കിടന്ന് വഴറ്റുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഒത്തിരി ഓയിൽ പിടിക്കും. അപ്പോൾ അതിലേറ്റവും നല്ല ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നായി ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ഹൈ ഫയറിൽ ആദ്യത്തെ ഇതിലിടാം, പിന്നെ നമുക്ക് ചെറിയ സിമ്മിലാക്കി വയ്ക്കാം. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വേവും. ഒരു 10 മിനിറ്റ് ഇതുപോലെ വഴന്ന് കഴിയുമ്പോൾ, സവാള, പച്ചമുളക്, ഇഞ്ചി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് ചേർത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ അവസാനം ഒരു സ്പെഷ്യൽ രീതിയിൽ വെളുത്തുള്ളി നമ്മൾ ചതച്ച് ചേർക്കും, അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഏകദേശം നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കറി പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം, മല്ലിപ്പൊടിക്ക് പകരം. കുരുമുളക് പൊടി, ഇച്ചിരി ഓയിൽ അതിന് മേലെ ചേർക്കാം. ഒരുപാട് ഓയിൽ ഞാൻ ചേർക്കണില്ല, കുറച്ചായിട്ട് ഞാൻ ഒത്തിരി ഓയിലി ആക്കാതെ നോക്കാനാണ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക. നമ്മൾ സിമ്മിലാക്കുക ഗ്യാസ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എണ്ണ തെറിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ചുറ്റുമുള്ള ഈ ഓയിലൊക്കെ കിടന്ന ഒത്തിരി അഴുക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ തെറിക്കുമ്പോൾ അപ്പോൾ തന്നെ തുണി കൊണ്ട് ചുറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ തുടച്ച് നീക്കുക. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കാം ഓയിൽ. പിന്നെ ഒരു കൈപ്പിടി, അതായത് 2 കൈപ്പിടി നമ്മൾ കോക്കനട്ട് അതിൽ ചേർക്കുക, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേർക്കും, അതെൻ്റെ ഒരു വീക്ക്നെസ്സായിന്ന് കൂട്ടിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതായത് കൈ കൊണ്ട് മുറിച്ചിടുമ്പോൾ, അതായത് വെറുതെ അത് കറിവേപ്പില ഇടുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ആ കറിവേപ്പില കൈ കൊണ്ടൊന്ന് മുറിച്ചിടുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിടുക. ഒട്ടും ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ പുറത്തിരിക്കും. കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കിത് പുറത്തിരിക്കാനും ചീത്തയാവാതിരിക്കാനും സാധ്യത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണില്ല. ഇതിപ്പം നോക്കിയാൽ ഞാൻ വറുത്ത ഈ ചെമ്മീൻ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അതിൽ കോൺഫ്ലോർ, മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ വറുത്ത് വെച്ച ചെമ്മീൻ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഒത്തിരി ഓയിൽ ഇതൊന്നും ചേർക്കാതെ തന്നെ ഇതിൽ ചെറുതായിട്ട് മൂടി വെച്ച് കുറച്ച് ഓയിൽ ചേർത്ത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇത് കേടാകാൻ സാധ്യതയുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് കുറച്ച് ദിവസം പുറത്ത് വയ്ക്കാനും
ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മളിപ്പോൾ പെട്ടെന്നൊന്നും ഫ്രിഡ്ജിൽ കയറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് അമുക്കി അതിൻ്റെ മൂടിക വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ആ സിമ്മിലിട്ടത് ഒന്ന് മാറ്റി അതൊന്ന് ഇളക്കി ഒന്നുകൂടി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ച വറ്റൽമുളക് നമുക്ക് ഇച്ചിരി ചേർക്കാവുന്നതാണ്. വറ്റൽമുളക് ചതച്ചത് എപ്പോഴും ഈ ഫ്രൈ ഐറ്റംസിന് എല്ലാത്തിനും കൂടുതൽ സ്വാദ് കൂട്ടും. അതുപോലെ പെരുംജീരകവും ചതച്ചതും. ഞാനിതിൽ ലെമൺ, കുടംപുളി ഇതൊന്നും ചേർത്തിട്ടില്ല. ഞാനിതിൽ ഒരു അരമുറി തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഏകദേശം ഇതിൻ്റെ ഒരു പരുവം ആവാറായി. അപ്പം നമ്മളിപ്പോൾ വാങ്ങും. നല്ലൊരു കറി ലീവ്സ് ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെക്കുക, അതിന് മൂടി വയ്ക്കുക. ഇതിപ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് ഇത്തിരി കുരുമുളക് പൊടിയും കുരുമുളക് ചതച്ചതും വറ്റൽമുളക് ചതച്ചതും മൂടി വയ്ക്കുക. ഇത് കുറച്ച് ലാസ്റ്റ് പറഞ്ഞ ആ വെളുത്തുള്ളി തൊണ്ടോട് കൂടി ചതച്ചത് നമ്മുടെ ഷെഫ് പിള്ള ചേട്ടൻ്റെ ഒരു പ്രത്യേക റെസിപ്പിയിൽ നിന്ന് എനിക്കത് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് പ്രയോഗിക്കും. അപ്പോൾ ഇതെല്ലാം ഈ റെസിപ്പിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ, അത് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഹൈ ഫയറിലിടാം. അവസാനം ഹൈ ഫയറിലിട്ടിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി യോജിപ്പിച്ച് നമുക്ക് കവർ ചെയ്ത് മൂടി വയ്ക്കാവുന്നതാണ്. എല്ലാം ജസ്റ്റ് ഒന്ന് അടുക്കിലേക്ക്, എല്ലാ ഫ്രൈ പാൻ്റെ നടുക്കിലേക്ക് എല്ലാം കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റയർ ചെയ്ത് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്ന് നമ്മുടെ ഈ വെളുത്തുള്ളി ചതച്ചത് നല്ല ഫ്ലേവർ അതിൽ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇപ്പോൾ നമുക്കൊന്നും കൂടി ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കി കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.